എന്തായാലും നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ നേരിട്ട് വരാമെന്ന് കരുതുന്നു. കാരണം നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഓടുന്ന ഒരു സംഗതി, നമ്മൾ വലിയ ലക്ഷപ്രഭുക്കൻ ആയ ഒരു വലിയ കോടീശ്വരനായ ദേവൻ്റെ സന്നിധിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പെട്ടെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയോടുകൂടിയാണ് ജനങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു അറിവ് ലഭിക്കുന്നത്. അത്ര നിസ്സാരക്കാരല്ല ഈ തിരുവിതാംകൂർ എന്നുള്ളത്. പക്ഷേ അപ്പോഴും ചിന്തിച്ചു നോക്കിയൊരു അത്ഭുതം പോലെ തോന്നുന്നത്, എങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള നിധി ശേഖരം ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുക? എങ്ങനെയാണ്, എന്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നിധി, ഈ വലിയൊരു സമ്പത്തിൻ്റെ രഹസ്യം എന്താണ്? ഒന്നാമത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആകെയുള്ള അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് പരസ്പര വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. കേരളത്തിലെ പത്രങ്ങൾ എഴുതിയിരിക്കുന്നത് 1,00,000 കോടി മൂല്യം വരുന്ന ജംഗമ സ്വത്ത്, സ്ഥാവര സ്വത്ത് എന്ന് വെച്ചാൽ ഭൂമിയല്ല, ജംഗമ സ്വത്ത് 1,00,000 കോടി രൂപയ്ക്ക് മൂല്യമുള്ളതാണെന്നാണ്. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള, നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ പോലെയുള്ള വിദേശ പ്രസിദ്ധീകരണങ്ങൾ പറയുന്നത് $3 ട്രില്യൺ മൂല്യമുള്ള സ്വത്തുകൾ ഇവിടെ ഉണ്ടെന്നാണ്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇത് രണ്ടും ഊഹക്കണക്കാണ്. ഇത് കൃത്യമായിട്ട് വാല്യൂ ചെയ്ത കണക്കല്ല. കാരണം ഈ വാല്യുവേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായിട്ടും പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന കൺസർവേഷൻ കമ്മിറ്റിയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ, വാല്യുവേഷൻ കമ്മിറ്റിയിൽ അല്പകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ എനിക്ക് ഈ കാര്യം ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഇത് ഊഹക്കണക്കാണ്. ഒരു കാര്യം ശരിയാണ്, അമൂല്യമാണ് ഇവിടുത്തെ നിധിയുടെ മൂല്യം. ഈ നിധി എങ്ങനെ വന്നു എന്നുള്ളതിലേക്ക് രണ്ടാമത് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ഈ നിധി ഇവിടെ വന്നത് ചിലരെങ്കിലും അവകാശപ്പെടുന്നത് പോലെ അവർ നൽകിയ കാണിക്ക മാത്രമല്ല, മറിച്ച് ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ നിക്ഷേപത്തിന്, ഈ നിധിക്ക് ഇത്രയും വൈപുല്യം ഉണ്ടാകുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമുക്കറിയാവുന്നതുപോലെ ദേശിങ്ങനാട് ആക്രമിച്ചു, നെടുമങ്ങാട് ആക്രമിച്ചു, കായംകുളം ആക്രമിച്ചു, തെക്കൻകൂറും വടക്കൻകൂറും ആക്രമിച്ചു. ഈ ആക്രമിച്ച സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന സമ്പത്ത്, അന്നത്തെ കാലത്ത് ബാങ്കുകളില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ രാജാക്കന്മാർ അവരുടെ ദേശത്തെ സമ്പത്ത് സൂക്ഷിക്കുന്നത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലാണ്. ക്ഷേത്രങ്ങളാണ് ബാങ്കുകൾ. ആ ബാങ്കുകൾ, അതായത് തെക്കൻകൂറിൻ്റെയും വടക്കൻകൂറിൻ്റെയും അതുപോലെ ദേശിങ്ങനാടിൻ്റെയും കായംകുളത്തിൻ്റെയും സമ്പത്ത്, കരുതൽ ധനം സൂക്ഷിക്കുന്നത് അദ്ദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മാറ്റി. അതോടൊപ്പം തന്നെ ഈ തിരുവിതാംകൂറിലെ രാജാക്കന്മാരും അദ്ദേഹം 1750 തൃപ്പടിദാനം നടത്തുകയാണ്. അതായത് രാജ്യം തന്നെ ഈ കുലദൈവമായ പത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ചിട്ട് അദ്ദേഹം ദാസനായിട്ട് ഭരിക്കുന്നു. അത് വാസ്തവത്തിലൊരു പൊളിറ്റിക്കൽ മൂവാണ്. അതിനകത്തൊരു ഭക്തനെയും നമുക്ക് കാണാം, ഒരു രാജ്യതന്ത്രജ്ഞനെയും കാണാം. അപ്പോൾ അതിനകത്ത് ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ തിരുവാഭരണങ്ങളുണ്ട്. അതിനകത്ത് വലിയ ശരപ്പളി മാലകൾ, 18 അടി നീളമുണ്ട് വിഗ്രഹത്തിന്. അപ്പോൾ പാദാതികേശം കിടക്കുന്ന മാലകൾ, അനവധി മാലകളാണ്. ഒരു 2000 കൂടുതൽ, എൻ്റെ എണ്ണമൊക്കെ പറയാൻ കൃത്യമായിട്ട് അറിയാം, പക്ഷേ അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും 2000-ഓളം വലിയ ശരപ്പളി മാലകൾ ഉണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണക്കട്ടികൾ, അതുപോലെ തന്നെ വെള്ളിക്കട്ടികൾ, ഇതെല്ലാം ഓരോ അറകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ പൂജാപാത്രങ്ങൾ, സ്വർണത്തിലുള്ള നിലവിളക്കുകൾ, സ്വർണത്തിലുള്ള പായസപാത്രം, നിവേദ്യപാത്രങ്ങൾ, ഇതൊക്കെ ഇവയുടെയൊക്കെ കൂടിയുള്ള, അതുപോലെ നാണയങ്ങൾ. ആ നാണയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വെനീഷ്യൻ ഡ്യൂക്കറ്റുകൾ, അതുപോലെ നെതർലൻഡ്സിലെ ഡച്ചുകാരുടെ ഡ്യൂക്കറ്റുകൾ, അതുപോലെ കലിയൻ പണം എന്ന് പറയുന്ന വേണാടിൻ്റെ സ്വർണ്ണ നാണയങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെയുള്ളത്.
ഇവയുടെ ആക്ച്വൽ വാല്യൂ അല്ല, ആൻറ്റിക് വാല്യൂ ആണ് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ 1,00,000 കോടി എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്.